காதல் ஆசை யாரை விட்டதோ, உன்னொற்றை பார்வை ஓடி வந்து உயிரை தொட்டதோ. காதல் தொல்லை தாங்கவில்லையே, அதை தட்டி கேட்க உன்னை விட்டால் யாரும் இல்லையே. എന്താ എന്റെ പൊന്നു ജീനി രാവിലെ തന്നെ ഉറങ്ങാനും സമ്മതിക്കാതെ. മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്നല്ലേ ഹോബി ഏട്ടനൊക്കെ വരുന്നേ. അയ്യോ, ഞാൻ അത് അങ്ങോട്ട് മറന്നുപോയി. നിന്ന് ഇടിച്ചോണ്ട് നിൽക്കാതെ വാ മനുഷ്യ, അടുക്കളയിലോട്ട് 100 കൂട്ടം പണി കിടക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ഫുള്ള് അടുക്കളയിൽ പണി. ഇന്ന് എന്ത് ചെയ്യാൻ, സഹിച്ചല്ലേ പറ്റുള്ളൂ. മനുഷ്യ നിങ്ങൾ വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇതാ വന്നു ജീനി. എന്താ അവിടെ രാവിലെ തന്നെ ഒരു ഒച്ചയും ബഹളമൊക്കെ? അന്തരീക്ഷം ഒന്ന് തണുത്തിട്ട് പോവാം, അതാ നല്ലത്. അച്ഛൻ എന്തായാലും അച്ഛനെ സമ്മതിക്കണം. ഞാനല്ല അത് അയൺ ചെയ്ത് നശിപ്പിച്ചത് ഞാൻ ഒരു വട്ടം പറഞ്ഞു നോക്കി. ഒരു പുണ്യാളം വന്നേക്കുന്നു. താനെ ഇവിടെ അത്ര വലിയ ചെറ്റത്തരം ചെയ്യുള്ളൂ എനിക്ക് നല്ല അറിയാടോ. അതേടി, ഞാൻ തന്നെയാണ്. നീ കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ കേസ് കൊടുക്കും. ഞാൻ ജീനി മമ്മീനെ ഒന്ന് കാണട്ടെ. ജീനി മമ്മി എടി കുരിപ്പ് ഒന്നും മിണ്ടാതിരിയടി. നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞ ഞാൻ വേറൊന്ന് വാങ്ങിത്തരാം. എന്നാ എനിക്ക് ഒന്ന് പോരാ, 2 എണ്ണം വേണം. ശരി, 2 എണ്ണം എങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ ഒരു 4 എണ്ണം. 2 എണ്ണം അത് മതി. ഓക്കെ, ഞാൻ എന്നാ ഒന്ന് ജീനി മമ്മീനെ വിളിക്കട്ടെ. വാങ്ങിത്തരാം, പോരെ. ഏത് സമയത്താണാവോ? காதல் ஆசை யாரை விட்டதோ, உன்னொற்றை பார்வை ஓடி வந்து உயிரை தொட்டதோ. காதல் தொல்லை தாங்கவில்லையே, அதை தட்டி கேட்க உன்னை விட்டால் யாரும் இல்லையே. മമ്മി ചിമ്മിക്കുട്ടൻ വന്നു. വന്നു. എന്റെ പൊന്നു മോനും ഇങ്ങോട്ടൊന്ന് മാറി നിന്നേ. മമ്മി ഒന്ന് നേരെ കാണട്ടെ. എൻ്റെ മമ്മിക്ക് എന്നോടുള്ള ഒരു സ്നേഹം. എന്താ മമ്മി സില്ലി ഗേൾസിനെ പോലെ ഇങ്ങനെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് നടക്കുന്നേ? വെരി ഫണ്ണിയാ. നിന്റെ അച്ഛനാടാ ഫണ്ണി മാങ്ങാടി തലയാ. അവ ഉച്ചക്ക് എണീറ്റ് വന്ന് പ്രസംഗം പറയാൻ നിൽക്കുന്നു. ബ്ലഡി ബഗർ, സൺ ഓഫ് ബീച്ച്. ജീനി, don't do that is me. മലയച്ചം കൾച്ചറലസ് വുമൻ. ഇറങ്ങി പോണം നായിന്റെ മോനെ. അച്ഛാ, കൊച്ചൻ പോടാ അവിടുന്ന്. ഇതിലും ഗതി വെട്ടണം വേറെ ആരുണ്ട് ഭഗവാനെ. ഇത്തള്ള സമ്മതിക്കൂല. ചൂണേട്ടാ. എന്തോ? എന്റെ ചൂണേട്ടനെ ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ടോ? ഇനി അവരെ പാടായി വാടകുട്ട. എന്താ ചിമിനേട്ടാ ഈ ഇടയായിട്ട് പൂച്ചകളോട് ഇത്ര സ്നേഹം? എന്ത് ചെയ്യാനാ, ഞാൻ ഒരു മൃഗസ്നേഹിയായി പോയില്ലേ ഇല്ലേട്ടാ കുഞ്ചുറുമണി. അങ്ങനെ. ആ മൃഗത്തെ ചാക്കിലൊക്കെ സൂക്ഷിച്ചോ, പിടിച്ച് മാന്താൻ നല്ല സാധ്യത കൂടുതലാണ്. അതെന്താ കുക്കിമോള് ഒരു അർത്ഥം വെച്ച സംസാരം? അതെ, നമുക്കൊന്ന് കാണാം. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കൊന്ന് വന്ന് പോവട്ടെ. അറിഞ്ഞല്ലേ, ഞാൻ പറയണം വിചാരിച്ചതായിരുന്നു. ഇനി നിങ്ങളൊന്നും പറയണ്ട. എന്തായാലും കുഞ്ചുറുമണി വരുന്നുണ്ട്. നോക്കിയിരുന്നോ, കിട്ടാനുള്ളതൊക്കെ. ഓൾ ദി ബെസ്റ്റ്. പോടി ഇവിടുന്ന്. അമ്മ അച്ഛ സുഖല്ലേ? നീ ഇല്ലാത്തോണ്ട് എന്ത് സുഖാന്നറിയോ? അതിന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നിട്ടില്ല, ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു. നീ ഇല്ലാതെ എന്ത് സുഖം കുക്കി, ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. അത് പിന്നെ എനിക്കറിയാലോ അച്ഛാ, ഈ പൂച്ചക്കുട്ടി ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരേപോലെയല്ലേ.
ഞാൻ ചോദിക്കണം വിചാരിച്ചതാ. കേട്ടോ കൂക്കി, ഈ യോങ്കി മുളക് ഹോബിയുടെ അതേ സ്വഭാവ. ഹോബി ആദ്യം എങ്ങനെയായിരുന്നു? ലൈക്ക് ഈ മിണ്ടാപ്പൂച്ച അല്ലേ ജീനി മമ്മി? അതന്നെ. എൻ്റെ ദൈവമേ, ഇപ്പോഴെൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ട് അടങ്ങിയുള്ളൂ. മിണ്ടാപ്പൂച്ചകൾ കലവടയ്ക്കും എന്നാണല്ലോ അല്ലേ ജിമിനേട്ടാ? ഇപ്പോഴേ തന്നെ എനിക്കറിയില്ല. നല്ല പയർക്കണം. ആ ഹോബി മമ്മി ശുഗച്ച വന്നിട്ട് കുറേ നേരമായോ? ഇല്ല ചിത്തു, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു ചിത്തുമോൻ എന്തിയാണ്. ഞാൻ ഈ കുക്കിയോട് പറഞ്ഞതാ ഹോബി മമ്മി എന്നെ വിളിക്കാൻ നിങ്ങളൊക്കെ വന്നാൽ. ആ ഇനി അത് എൻ്റെ തലക്കിട്ടാണോ കുക്കി? അത് സാരില്ലേ ഹോബി മമ്മി, അപ്പൊ വന്നില്ലേ? നിങ്ങളുടെ കാര്യം എപ്പോഴും ശരിയായില്ല മക്കളെ. അങ്ങനെയൊന്നുമില്ല ഹോബി മമ്മി, അല്ലേ കുക്കി? അതെ. ആ പിന്നെ ചിത്രയും പിള്ളേരും വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഓ, ആ കുരിശിനി ആർക്കിട്ട് ഊതാനാണാവോ വരണേ? ആളായല്ലോ വീട്ടില്, എപ്പോഴാ വരണേ? അതെ അതെ, ആർക്കിട്ടുണ്ടാക്കാനാണാവോ ഇപ്പൊ വരണേ. എത്താനായിണ്ടെന്നാ പറഞ്ഞേ. ആ ഏട്ടാ, ഞങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ തോന്നുന്നു. പപ്പയ്ക്ക് സന്തോഷമായിരിക്കേ അല്ലേ മമ്മി? ആ അതെ, എൻ്റെ ഏട്ടനല്ലേ? അതെ അതെ. ആ വായോ, വന്നിരിക്കേ. ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ, വേഗം വാ. മക്കൾക്കൊക്കെ സുഖല്ലേ? ഓ എന്ത് സുഖം ഇവർക്കെല്ലാം. ലിസ അങ്ങനത്തെ കാര്യത്തിന് ശേഷം ഫുൾ ഡൗണാ. ഇവിടെയാണല്ലോ പിന്നെ സന്തോഷവും സുഖങ്ങളൊക്കെ. മമ്മി വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ചിത്രേട്ടാ നിങ്ങൾക്ക്? ആടാ, ഇങ്ങനെയൊക്കെ പോകുന്നു. താൻ സ്ട്രോങ് ആയിരിക്കേ, തനിക്ക് എന്നെ കാട്ടി നല്ലൊരു ചെക്കനെ കിട്ടും. പക്ഷേ അവിടുന്ന് ചിത്രേട്ടനാവില്ലല്ലോ. സാറില്ല എടോ, അത് അത് വിട്, ഞാൻ ഇന്നും ഉണ്ടാവും ഇവിടെ ചിത്രേട്ടനായിട്ട്. എടോ, തനിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറയാം. ഞാൻ ഉണ്ടാവും നല്ലൊരു ഫ്രണ്ടായിട്ട് കേൾക്കാൻ. ആ അത് മതി ഏട്ടാ, എനിക്ക് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഇന്നെല്ലാവരും പോയി കിടന്നോ, സമയമായില്ലേ? ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ലീസ. ഇങ്ങോട്ട് വാ പെണ്ണേ. എന്നെ വിട് ജിമിനേട്ടാ. വിടാനല്ലല്ലോ നിന്നിവിടെ എത്തിച്ച്. എനിക്ക് പോവാം. എൻ്റെ പൊന്നു യോഗി, കുറേ കാലത്തിന് ശേഷം അവൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു സെൽഫി എടുത്തതാ. അതിപ്പോൾ അവൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന ഞാൻ അറിഞ്ഞോ? ആവശ്യമുള്ളതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ലല്ലോ. മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അങ്ങ് പോയാലോ? നിനക്കും അറിയില്ല ഞാൻ എങ്ങനെയാന്ന്. പിന്നെന്ത് യോഗി, നല്ല പറയാ, അതുകൊണ്ടാ പറഞ്ഞേ. എന്തുവാടി ഒരു സ്നേഹമില്ലാത്ത പോലെ. കൂടുതൽ അങ്ങോട്ട് കുഞ്ഞുമാവ കളിക്കല്ലേ, മാറങ്ങോട്ട്. എനിക്ക് എൻ്റെ റൂമിൽ പോകണം. ഇത് നിന്റെ റൂമല്ലേ, പിന്നെന്താ? കളിക്കല്ലേ ജിമിനേട്ട്, മാറങ്ങോട്ട്. ഇവൾക്കെന്താ പറ്റി? വന്നത് മുതൽ മുന്തയും കയറ്റി പിടിച്ചിട്ടാണല്ലോ. എന്താ കുക്കി, വൈകിയ നിനക്ക്? എൻ്റെ കാര്യം ആരും അന്വേഷിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം എന്നെ എങ്ങനെ നോക്കണമെന്ന്. ആയിക്കോട്ടെ, അല്ലെങ്കിലും ഞാനാണല്ലോ നിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ഓക്കെ, ഞാനൊന്നും ചോദിക്കാനും വരുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ? വെയിറ്റ്, നീ ലിസയാണോ പറയണേ? ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല. എന്തായാലും അതെ, എല്ലാവരും ഉണ്ട്, എനിക്ക് വേണ്ട ഒരാൾ ഒഴിച്ച്. ഞാൻ കിടക്കാൻ പോവാം, കിടന്നു. ഇതിനെ ഞാൻ എങ്ങനെ വിളച്ചെടുക്കും എൻ്റെ ഭഗവാനെ?
ആ കൂക്കി, ഇന്നലെ നിന്നോട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. എങ്ങനെ പോകുന്നു കല്യാണ ജീവിതമൊക്കെ? ഓഹോ, ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. പണിതരാം. ഓ, എന്ത് കല്യാണ ജീവിതം, ഓരോ പരിപാടി. അതിനൊക്കെ പറ്റിയ ആള് വേണം. ഓ എൻ്റെ ഇപ്പിളേ, ശരിയാ, കേൾക്കണം കായ്. ഇവളെ കെട്ടിയതോടെ എനിക്ക് എൻ്റെ ജീവിതം എടുത്തു, ബോറടിച്ചിട്ട്. പട്ടിത്തേണ്ടി ചേട്ടൻ. ഓ, അതിന് താനേ താടോ മാങ്ങാടി തരാം. ഞാൻ മാങ്ങാടി തലേനോ? മുഖത്ത് നോക്കി പറയടി. തേങ്ങ തളിച്ചി. മാങ്ങാണ്ടി 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 തേങ്ങ തളിച്ച് നിങ്ങളുടെ മാറ്റോളൂ. ആ, അത് നീയല്ലേ? തന്നെ ഞാൻ ഇന്ന് കൊല്ലിടും. കുക്കി വിടടി. ഇല്ലിട പട്ടി, ഇന്ന് ഞാൻ നിന്നെ കൊല്ലും. പെണ്ണെ മാറ്. വീട്ട് ഇല്ല, വീടില്ല. നീ എന്ത് ചെയ്യും? ഓഹോ, അങ്ങനെയാണോ? എടി പെണ്ണെ, എൻ്റെ മെയ്ത് നൽകി ഞാൻ ചത്ത്. ഞാൻ നിർത്തി കുക്കി, മതി. ഞാൻ കുറച്ചും കിടക്കട്ടെ. നിന്നിങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് കുക്കി ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നത്. നിനക്കറിയോ കുക്കി ഇതൊക്കെ? ചിത്തേട്ടനൊരു കാര്യം അറിയോ? എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രപ്പോസൊക്കെ ചെയ്തിരുന്നോ? അപ്പോൾ അവള് പറഞ്ഞത് നോക്കട്ടെ എന്നാ. ഇപ്പോഴും അതിനൊരു ആൻസർ കിട്ടിയിട്ടില്ല. ഏടാ, അതിന് ആൻസർ പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ എന്നെ പിടിച്ച് കെട്ടിച്ചില്ലേ? അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അതെ, ഞാൻ ഇപ്പോൾ വേണമെങ്കിലും ഓക്കെ ആണ് കേട്ടോ. ദാറ്റ്സ് ഓക്കെ. ഓ, ഞാൻ ദാറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? എന്താ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഞാൻ പോവാ. കൊണ്ടിട്ടുണ്ട്. എന്താ ചിത്തേട്ടാ പണി? ഒന്നുമില്ലടാ, ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഓഹോ, എന്ത് പറ്റി? കുക്കിയായിട്ട് വല്ല ആക്കിട്ടോ? അല്ലെങ്കിലും അവള് ചെറുപ്പം മുതലേ വല്ലാത്തൊരു സ്വഭാവം. അങ്ങനെയൊന്നുമില്ല, അവള് പാവാ. അല്ല, താനെന്താ ഇവിടെ? അത് ഞാനിങ്ങനെ നമ്മൾ വന്നിട്ട് പിന്നെ ചിത്തേട്ടനായിട്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ചിത്തേട്ടനോട് ഇരിക്കണ കണ്ടപ്പോൾ ഒന്ന് വന്നോന്നുള്ളൂ. ഓഹോ, അപ്പം എന്നെ കാണാൻ വന്നതാ അല്ലേ? അതെ, അല്ലാതെ ഞാൻ ആരെ കാണാനാ ഇങ്ങോട്ട് വരാറ്? താൻ ചെറുതായി ഫ്ലേർട്ട് ചെയ്യാണെന്നൊരു ഡൗട്ട്. ചിത്തേട്ടൻ അങ്ങനെ തോന്നിയോ? അതെ, അതുകൊണ്ടാണല്ലോ ചോദിച്ചേ. എന്നാ അങ്ങനെയായിരിക്കും. ഓഹോ. ലിസന്താ ഇവിടെ? അത് അവളെന്നെ കാണാൻ വന്നതാ. എന്തേ? അതിന് തന്നോടല്ല ഞാൻ ചോദിച്ചേ, ഇവളോടാ ചോദിച്ചേ. എന്തായാലും അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ വന്നതാന്ന്. ഇവൾക്ക് എന്താ തൊള്ളല്ലേ അപ്പോൾ? അല്ലെങ്കിൽ ഇവൾക്ക് നല്ല തൊള്ളയാണല്ലോ. നിനക്കിപ്പോൾ എന്താ പ്രശ്നം? ഇവളെ ഇട്ട് ചൊറിയാൻ മാത്രം. എനിക്കിപ്പോൾ ഇവിടുന്ന് പോകണം. ഏട്ടാ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. ശരി. എന്താ നോക്കണേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവള് കൂടെ ഇറങ്ങി പോയിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എന്തിനാ ഈ മോന്തയും കയറ്റി പിടിച്ച് എന്നെ നോക്കിയിരിക്കണേ? എൻ്റെ കണ്ണ് ഞാൻ ഇഷ്ടമുള്ളടത്തേക്ക് നോക്കിയിരിക്കും. നീ കായൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കാതെ വരണ്ട. അവൻ്റെ കാര്യം നോക്കണത് തന്നെയാ ഇതിനെയും കാട്ടി ഭേദം. ഓ, ആയിക്കോട്ടെ. എങ്ങോട്ടാ പോകുന്നേ? ലിസന്റെ അടുത്തേക്കാണോ? അല്ല, നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക്. എന്തേ, പോയിരുന്നോ? പോടാ മരമാക്രി മാക്കാച്ചി തറയാ. എടി, നിന്നെ ഉണ്ടല്ലോ എന്ന് ഞാൻ മാറിക്കടം കാല. ഇങ്ങനെ പോയാ വൈകാതെ നിന്റെ കാലം ഞാൻ തന്നെ ആവും. സോറി, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ. റിയലി സോറി. കുഴപ്പമില്ല, മാറി. പ്ലീസ് കുക്കി, കുറച്ച് നേരം അങ്ങനെ ഞാൻ നിന്നോട്ടെ പ്ലീസ്. മതി, മാറി നിൽക്കണം. ഓ, ഇപ്പോൾ ഇത് എന്നാലും എനിക്കിത് മതി. ഇങ്ങനെ കൊണ്ട് ഭയങ്കര കഷ്ടമായാലും ഭഗവാനെ, എന്താ ഉണ്ടായേ? ഇന്നാലും എൻ്റെ ജോണേട്ടാ, നമ്മുടെ ലിസൻ്റെ അത്രയ്ക്കൊന്നും ഇവിടെ എത്തില്ല. അത് ശരിയാ അമ്മേ, ലിസൻ്റെ അത്രയ്ക്ക് ഇവളില്ല. അത് അമ്മായി മക്കൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ കാര്യം ഇവിടെ മിണ്ടിയാല് അമ്മായിക്കും മക്കൾക്കും അപ്പം അവിടെ നിന്ന് ഇറങ്ങാം. ചിത്തുമോനെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. എങ്ങനെ ആയാലും വേണ്ടായിരുന്നു. അത് സാരില്ല, അവനെ വശീകരിച്ച് വെച്ചേക്ക അവള്.
ഞാൻ ഇപ്പോൾ എല്ലാവരെയും വിളിപ്പിച്ചെന്താണെന്ന് വെച്ചാലേ ഞങ്ങളൊരു സന്തോഷകാര്യം അങ്ങോട്ട് ഉറപ്പിച്ചു. അതെന്തേട്ടാ ഉറപ്പിക്കാനും മാത്രം ഇത്ര വലിയ സന്തോഷകാര്യം ഇവിടെ? അത് പിന്നെ ഞങ്ങളിങ്ങോട്ട് പ്രധാനമായിട്ട് വന്നത് തന്നെ ജിമിൻ്റെയും യുങ്കിൻ്റെയും കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതങ്ങോട്ട് ഉറപ്പിച്ചു. അതെങ്ങനെ ശരിയാവും? എന്താ ശരിയാവാണ്ട്? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് മതി ശരിയാവാനൊക്കെ. അത് ശരിയാ, എന്നാലും ഒന്നുകൂടെ നന്നായി തീരുമാനിച്ചെടുക്കേണ്ട കാര്യമല്ലേ ഇതൊക്കെ. ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും തീരുമാനിക്കാനില്ല ചിത്ര. അവരുടെ ഇഷ്ടമാണ് ഞങ്ങളെ ഇഷ്ടം. അതൊക്കെ അത്രേ ഉള്ളൂ. കൊച്ചു കള്ളൻ ഇനി കല്യാണ രാവികളാണെന്നർത്ഥം. അങ്ങനെ ഇതൊക്കെ സാധിച്ചെടുത്തല്ലേ ജിമ്മീനെ. പോടാ അവിടെ നിന്ന്, നാണം വരുന്നു. എന്തായാലും കല്യാണം വേഗം നടത്താന്നുള്ള തീരുമാനം ഏതായാലും നന്നായി അല്ലേ ജീനി? അതെ അതെ, ഇവരുടെ ഈ പോക്കിന് വേഗം കെട്ടിക്കണത് തന്നെ നല്ലത്. എന്താണ് മമ്മീസ് ഇവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങൾ ജിമിൻ്റെയും യുഗിൻ്റെയും കല്യാണത്തിനെ കുറിച്ച് പറയായിരുന്നു. അവരെ വേഗം പിടിച്ച് കെട്ടിക്കണത് തന്നെ നല്ലതെന്ന്. അത് ശരിയാ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം തന്നെയല്ലേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ കഴിക്കണം, ഷോപ്പിംഗ്, അത് ഇത് മറ്റേത് മറിച്ചത്. അതെ അതെ, ആദ്യം നിങ്ങൾ തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കോ, അതാ നല്ലത്. അതെന്താ മനുഷ്യ അങ്ങനൊരു ടോക്ക്? ഒന്നുമില്ല എൻ്റെ ഹോബിയേ, നിങ്ങളുടേത് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയ ഒരു ആശ്വാസമായിരുന്നു. ഷുഗർച്ച പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇവരുടെ ഷോപ്പിംഗ് ആണ് ഇതിൽ ഏറ്റവും വലിയ പണി. എൻ്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നോട് ആരും ഒന്നും ചോദിക്കാൻ വന്നിട്ടില്ല. വലിയ മറ്റവൻ. എന്താ ജീനി മോളെ അങ്ങനൊരു ഡോക്ക്? മാറങ്ങോട്ട്, നിന്നോട് മിണ്ടില്ല. അങ്ങനെ പറയല്ലേ, പിന്നെ ആരോടാ മിണ്ടോ? നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലോ, എൻ്റെ കാര്യം അന്വേഷിക്കാറുമില്ല, ഒന്നുമില്ല. എൻ്റെ പൊന്നമ്മ, കുറേ വർക്ക് ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്. ഇപ്പോൾ പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഒന്നും പറയണ്ട, ഇഷ്ടം മാതിരി ഉണ്ട്. അതല്ലേ, അല്ല ഞാൻ എൻ്റെ ജീനി കൊച്ചിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കില്ലേ? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എങ്ങനെയൊക്കെ പറയണം? മാറി നിൽക്ക് ചിക്ക, കൊഞ്ചി കളിക്കാതെ. അത് പിന്നെ ചിമ്മിനേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആടോ, താൻ പറഞ്ഞോ, അതിനെന്താ ഈ മുഖവരയുടെ ആവശ്യമൊക്കെ? ചിമ്മിനേട്ട, അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു, അതാ ഞാൻ വന്നേ. ആണോ? ഒരു മിനിറ്റ്, താൻ പറയടാ. അത് ഒന്നുമില്ല ചിമ്മിനേട്ടൻ പോയിക്കോ. ഇന്ന് ഞാൻ പോയിട്ട് വരാവേ. താനൊന്നും അവിടെ നിന്ന്. എന്താ? എന്തേലും ദുരുദ്ദേശ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞേക്ക്. കൂടുതൽ വളർത്താൻ നിൽക്കണ്ട. എന്ത് ദുരുദ്ദേശം? ഞാൻ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് കറക്റ്റായിട്ട് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇനി അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. ഇനിയും അത് വളർത്താനാണ് തീരുമാനമെങ്കിൽ എൻ്റെ വേറൊരു മുഖം നീ കാണും. വെറുതെ അതിന് നിൽക്കേണ്ട. അതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. ഇവള് എന്ത് കെടുത്തോയി കിടക്കുന്നേ? ഇങ്ങനെ പോയി ഇവളെൻ്റെ കൺട്രോള് മൊത്തം കളയും. ആ ഡ്രസ്സ് ഒന്ന് ശരിയാക്കിക്കോളൂ. നിന്റെ ഡ്രസ്സ് ശരിയാക്കി തന്നതാടി പെണ്ണെ, എൻ്റെ ചെവി. അതിന് എങ്ങനെയാണോ ഡ്രസ്സ് ശരിയാക്കി തരണ്ടേ? പിന്നെ എങ്ങനെയാണോ തമ്പുരാട്ടിക്ക് ഡ്രസ്സ് ശരിയാക്കി തരണ്ടേ? അത് വിട്. വേദനിച്ചോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ കയറി ഉമ്മ വെച്ചതൊന്നുമല്ലല്ലോ വേദനിക്കാതിരിക്കാൻ. നോക്കിയിരുന്നോ, ഇപ്പൊ തരാം. എൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചതും ഒരാളിൽ നിന്ന് പ്രസംഗം പറയുന്നു. ഇങ്ങനെ സാധിക്കുന്നു നോക്കിയാ നിനക്കതൊക്കെ? ഈ കിടന്നോ, സാരമില്ല, നാളെ ഒക്കെ ശരിയായിക്കോളും.
അതെ അതെ. You're the prettiest girl that I ever seen in my life. Especially today, you're just awesome. I know, man. I'm beautiful. Yeah, I know. You know everything. അങ്ങനെയുള്ള നിനക്ക് നിന്റെ മനസ്സിലെ ഏതൊരു കോണിൽ ഞാൻ ഉണ്ടായെന്ന് മറന്നുപോയോ? സൈലൻസ്. ബട്ട് വൈ? ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദിസ് ഫ്രം യു. Then what? ഞാനൊരു കൃത്യമായ ഉത്തരവാണ് നിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഐ എം ജസ്റ്റ് ടയർഡ് ഓഫ് എവറിഥിങ്. First of all, I don't have a clear answer for this question. And you just tired of everything. ഇപ്പം തന്നെ അപ്പം നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ പെണ്ണെ, പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നു? നിന്നെ ഇഷ്ടമാണ് പറയണമായിരുന്നു. അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് നന്നായി പഠിക്കണം, ഒരു ജോലി വാങ്ങണം, അമ്മയും അച്ഛനെല്ലാവരും നന്നായി നോക്കണം. പിന്നെ നീ അപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ എന്നെ സ്വന്തമാക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അതേ ഞാൻ അപ്പം ചെയ്തിട്ടുള്ളൂ. ഇതാണോ നീ എന്നെ കാണുന്ന ഇത്ര വലിയ തെറ്റ്? എൻ്റെ അവസ്ഥ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് നിനക്കെന്നല്ല, ആർക്കും അറിയില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ലേ ഒരു വേഴ്സ് സിറ്റുവേഷൻ. അങ്ങനെ ഒന്ന് ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെയാടി നിന്നെ? ഐ എം റിയലി സോറി. ഞാൻ നിന്നെ അത്ര ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി ഞാൻ മനസ്സുകൊണ്ട് പോലും അറിഞ്ഞിട്ടില്ല അതൊന്നും. ഏയ്, അതിൻ്റെ സോറി ഒന്നും ആവശ്യമില്ല. നിനക്കല്ലേടി പെണ്ണെ എന്നെ എന്ത് പറയാനും ചെയ്യാനും അവകാശമുള്ള. ചിക്കേട്ടാ, ഐ ലവ് യു. പുതിയ അറിവാണല്ലോ ഇതൊക്കെ, എനിക്ക് എപ്പോഴോ അറിയാം. പോടാ പട്ടി, ഇതിലുള്ളതൊക്കെ ഞാൻ തരുന്നുണ്ട്. ഒന്നും പറയാതെ വെച്ചതും പോരാ, എന്നിട്ട് എന്നെ കളിയാക്കാൻ നിൽക്കുന്ന. മിണ്ടാതെ കിടക്കടി, പിന്നെ ആവാതി വഞ്ചൊക്കെ. അല്ല, എന്താ മോൻ്റെ ഉദ്ദേശം ഇങ്ങനെ നടന്നിട്ട്? ഇത് ഇനി മിണ്ടിയ നീ ഇനി ഉറങ്ങലിടാവില്ല കേട്ടോ. മര്യാദ കിടന്നുറങ്ങിക്ക പിന്നെ. ഞാൻ എപ്പോഴോ ഇറങ്ങി. விழிகளிலே உன் தேடல், செவிகளிலே உன் பாடல், இரண்டுக்கும் நடுவிலே இதயத்தின் உரையாடல். காதலுக்கு விலை இல்லை, எதை கொடுத்து நான் வாங்க. അതെ, മാറിക്ക്. എന്ത് തങ്ക, കുറച്ചു നേരം കൂടെ കിടക്ക് കെട്ടിപ്പിടിച്ച. തങ്കമല്ല ചെമ്പ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് ഫ്രഷ് ആവാൻ നോക്കണം. രാവിലെ തന്നെ കുഞ്ചു കഴിയാൻ വന്നിരിക്കുക. എന്തുവാടി, ഞാൻ എണീക്കില്ല, എനിക്ക് ഉറക്കമായിരുന്നു. മര്യാദയ്ക്ക് എണിക്കുന്നു, അതാ ചെക്കിലുള്ള വെള്ളം ഞാൻ തലയിൽ കൂടെ കമിഴ്ത്തണോ? ഈ കുക്കിയുടെ ഒരു കാര്യം, ഞാൻ എപ്പോഴും എണീറ്റ് റൊമാൻറ്റിക് മൂടാച്ചി. എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ഒന്ന് എണീറ്റ് പോയിക്കേനി. ഓ, നീയൊക്കെ വലിയ ആൾക്കാർ, ഞാൻ പോവുക അല്ലെങ്കിലും. എന്താണ് മോനെ ജിമിനെ പൊളിച്ചില്ല?
ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കഴിവില്ലാത്തവനെ. ഞാനാ? പുല്ലേ, നിന്റെ അച്ഛനാടാ കഴിവില്ലാത്തവൻ. ആടാ, ഇനി എൻ്റെ നെഞ്ചത്തേക്ക് ഇടറാ. എനിക്ക് കഴിവുള്ളത് കൊണ്ടാടാ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ പഴം കുത്തിക്കയറ്റി ഇവിടെ ഇരിക്കണം. അച്ഛനെവിടെ ഉണ്ടായിരുന്നു? അച്ഛനെപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് 19 കൊല്ലമായി. അയ്യേ, മാറ്റിപ്പിടി ക്ലീശ ഡയലോഗ്. അല്ല, നിനക്കെന്താടാ പ്രശ്നം? അത് പറയേ. ഡാഡി കൂൾ, നീ ഇരിക്കൂ. നിനക്കറിയോ അവളെന്താ പറഞ്ഞെന്ന്? അവളുടെ ചേച്ചിയുടെ ജീവിതം ശരിയാവാതെ അവളൊന്നും വേണ്ടെന്നവിടെ പറഞ്ഞേ. ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ? അശോ, സോ സാഡ്. എന്ത് പറയാനാടാ നിന്റെ വിധി. വൃത്തികെട്ടവനെ, മറ്റൊരു സംസാരിക്കാൻ നിൽക്കരുത്. ഡാഡാ കഴിവേറി. നീ എന്താടാ എന്നെ കുറച്ച് മുന്നേ പറഞ്ഞു കഴിവില്ലാത്തവന്നല്ലേ? അതൊക്കെ ഞാൻ എപ്പോഴും തെളിയിച്ചു മോനെ കഴിവൊക്കെ. ശരിക്കും ഡസ്സാക്കേ? അല്ല, എന്നിട്ടാണോടാ സാമദ്രോഹി? എൻ്റെ ഫസ്റ്റ് നൈറ്റ് കൊണ്ടേ കുളമായില്ലേ? അയ്യേ, പട്ടി മോങ്ങണ പോലെ മോങ്ങാതെ പോയി കഴിവ് തെളിയിക്കട മക്കളെ. അയ്യമ്മ ചിങ്ക ഹോയ് ഹോയ് ഹോയ്. ഇവനെന്ത് തേങ്ങയാ? ഓ എൻ്റെ പൊന്നമ്മ. കൂടി എന്താണല്ലോ? അത് നിന്റെ മോന് കഴിവ് തെളിയിക്കാൻ ചാൻസ് കിട്ടിയതിൻ്റെ സന്തോഷം. ഓ, അതായിരുന്നു. അവൻ്റെ ചാട്ടം കണ്ടപ്പോഴേ തോന്നി. അതെങ്ങനെ തന്തന്നല്ലേ മക്കള്? ഓ, എന്ത് ചെയ്യാനാ, ഞാൻ ഒരു കഴിവേറിയായിപ്പോയില്ലേ. വേണേ നമുക്കൊന്നുകൂടെ മനുഷ്യ അവിടുന്ന് ഇങ്ങനെ കൊണ്ട് എണീറ്റ് പോയിക്കോണം. കഴിവേറിൻ്റെ ഭാര്യയൊക്കെ ആയിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താണ് മിസ്റ്റർ ജിത്തു, മുഖത്തൊരു മ്ലാനത? കുക്കിംഗ് എന്തോ? എനിക്ക് വേണം എന്താ വേണ്ടേ? അവസരം, എൻ്റെ കഴിവ് തെളിയിക്കാം. യു ആർ ടു ചൈൽഡിഷ് ടുവേർഡ്സ് മീ. നിന്നോടല്ലേ എനിക്കതിനൊക്കെ പറ്റുള്ളൂ. അതെ. അപ്പം എന്താ, എങ്ങനെയാ തുടങ്ങല്ലേ? പിന്നല്ല, ഞാൻ എപ്പോഴും റെഡിയാ. നിൽക്കണം, ഞാൻ വെറുതെ പറഞ്ഞത്. പക്ഷേ ഞാനത് സീരിയസ് ആയി എടുത്തു. നിന്നെ പൂർണ്ണമായും എൻ്റേതാക്കുന്ന ദിവസം. ആർ യു കംഫർട്ടബിൾ വിത്ത് മീ? യെസ്, യു ആർ മൈ കാതലാസെ. காதலாசை யாரை விட்டதோ உன்னொற்றை பார்வையோடி வந்து உயிரை